എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനാമിക വിഷ്ണു എന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ പലർക്കും അറിയായിരിക്കും. അവരുടെ ഒരു പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഇപ്പം അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അതിൻ്റെ വാലെ പിടിച്ച് അവർ ചെയ്യുന്ന എല്ലാ കണ്ടൻസിലും പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം പെൺകുട്ടി ഈ അനാമിക കുഞ്ഞ് പുറത്തു വന്നു. അതിനുശേഷം അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. അനാമിക ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞൊരു തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മളും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഈ അനാമിക ഒന്നെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഇവര് വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു എന്നൊരു വിവാഹം നടന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻസ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമ്മൾ വിടുകയാണ്. പിന്നെ അതിനുശേഷം ഈ അമ്മ വിവാഹം കഴിച്ചു. ഈ ഗിരിജ എന്ന് പറയുന്ന ഉദയ് ഗിരിജ എന്ന് പറയുന്ന അമ്മ കല്യാണം കഴിച്ചു. അവർക്കെതിരെ അതിൻ്റെ പേരിൽ കുറേ അലിഗേഷൻസ് വന്നു. ഇപ്പോൾ പുതിയ അലിഗേഷൻ എന്ന് വെച്ചാൽ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇവർ റൺ ചെയ്യുന്നത്. ഇവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഇപ്പോൾ ഒരുപാട് അലിഗേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉദയ ഗിരിജയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞ ദിവസം, അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. സ്പോൺസർ അയച്ചു തന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിനകത്ത് വലിയ പ്രശ്നക്കാരി. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അവിടെ കൊടുക്കാം, നിങ്ങൾ വേണ്ടുന്ന ഒരു പോസ്റ്റ് ചെയ്ത് വായിച്ചോ, ഇല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നമ്മൾ പറയാം. ഈ പോസ്റ്റിനകത്ത് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഇവർ നടത്തുന്ന ഈ സ്ഥാപനത്തിന്റെ അഴിമതികളെ കുറിച്ചിട്ടാണ്. ഈ സ്ഥാപനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും ഇതുപോലത്തെ വിഷയങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്ലക്കനെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചടപട കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നേരെ തിരിച്ചു വരാം, ഈ വിഷയത്തിലൊക്കെ വരാൻ കേട്ടോ. ഈ പല്ലവി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫാണ്. അത് നമുക്ക് പറയുന്ന വാർഡിൽ തന്നെ കേട്ടു തുടങ്ങാം. വീഡിയോ കാണുന്ന ഒരു അവസാനം വരെ കാണണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അതെല്ലാം നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു. ഇപ്പോൾ സംഭവം ഏകദേശം മനസ്സിലായല്ലോ. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അവര് ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നു. എവിടെ? പിള്ളേരെ നോക്കുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ഷന്റെ വാർഡനായിട്ട് വന്നു. ഇവരെന്നാ ചെയ്തു? നേരെ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട്, ഇതുവരെ തമ്മിലൊരു ബന്ധമില്ല, ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെ വീഡിയോസ് എടുത്ത് പബ്ലിഷ് ചെയ്തു. എന്ത് പബ്ലിഷ് ചെയ്തു? ഈ സ്ഥാപനം ശരിയല്ല, ഈ സ്ഥാപനത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ഇതാണ് മെയിൻ പ്രശ്നം. ഇനി നമ്മൾ ഈ അലിഗേഷൻ വരുത്തിയ, ഈ അലിഗേഷൻ പറയുന്ന വ്യക്തി, അതായത് ഈ സന്ധ്യ പല്ലവി ഈ പറയുന്ന സാധനം ശരി പറയുന്നുണ്ട്. ഇവരവിടെ ചെന്ന് വീഡിയോ എടുത്തു പബ്ലിഷ് ചെയ്തു. ഈ വീഡിയോ എടുത്ത് എന്തിനാന്നുള്ളത് സാത്താന്റെ ചാനലിൽ ഇവർ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. പിന്നെ അമ്മാവനില്ല, ഈ അമ്മമാരൊക്കെ എന്നോട് പറഞ്ഞ് ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം, ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണം. ഈ ഒരു വീഡിയോയിലുള്ള ഒരു അമ്മ 5 ലക്ഷം രൂപ ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. ഇവരെ ഇവിടെ നിർത്തിയേക്കാൻ അവരുടെ സഹോദരങ്ങൾ. അപ്പൊ ആ മോളെ എനിക്ക് മോളെ വേറെ എങ്ങോട്ടെങ്കിലും എന്നെ മാറ്റി തരാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ഇതില്ല, ഞാൻ ഒരു ഹെൽപ്പ് ചെയ്യാം, നിങ്ങളുടെ അവസ്ഥയെല്ലാം കാണിച്ചിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തൊട്ടടുത്ത് കിട്ടിയ പരാതി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഓൾറെഡി പോകാനുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ്. അപ്പൊ ഇവർ വന്നതിന്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് സംശയിക്കാം. ഇപ്പൊ സംശയിക്കാം, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സംശയിക്കാം. ഇപ്പൊ സംശയിച്ചാൽ ശരിയാത്തില്ല. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കൊടുമൺ സ്റ്റേഷനാണ്. എന്റെ കൂടെ ഉള്ള കുട്ടി ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് അവരുടെ കാര്യത്തിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്നില്ല, ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തണമെന്ന് താല്പര്യമില്ല. അവർ പറഞ്ഞ പോലെ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, എന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലോട്ട് ആക്കാൻ പറ്റുമോ? ഞാനിവിടെ വന്നിട്ട് എത്രയോ 4-5 വർഷം ഉണ്ടായിരുന്നു. അവരെന്റെ 5 ലക്ഷം രൂപ എവിടെ ഉണ്ട്? 5 ലക്ഷം രൂപയിൽ നിന്ന് അവർ 2 ലക്ഷം രൂപ എടുത്തോട്ട് ബാക്കി 3 ലക്ഷം രൂപ തന്നാൽ മതി. അപ്പൊ അതും വേറെ ആൾക്കാർ എന്നെ കൊണ്ടുപോകുമ്പോൾ അവർ ആ 3 ലക്ഷം എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അവർ അമ്മയെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുപ്പിക്കാന്ന് പറഞ്ഞു. എന്റെ അനിയത്തി ഒന്ന് അറിയിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ അറിയിക്കും? മോള് എങ്ങനെയെങ്കിലും അറിയിക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം, അമ്മ പറയാമോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരി പറയാന്ന് പറഞ്ഞ വീഡിയോ എടുത്തത്. എന്നിട്ട് ഞാൻ ഇതിന്റെ ഉണ്ടുണ്ട്, എല്ലാം ഉണ്ടല്ലേ. അമ്മാവൻ ഓക്കെ, അങ്ങനെയാണ് വീഡിയോ എടുത്തത്. ഇവിടെ ഉള്ള ഒരാൾക്ക് ഒരു പ്രശ്നം സംഭവിച്ചപ്പോഴത്തേനും ഇത് പുറം ലോകത്തെ അല്ലെങ്കിൽ ഇവരുടെ സ്വന്തക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു വീഡിയോ ചിത്രീകരിച്ചു. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ പറയുന്ന പോലെ അത്തരത്തിലൊരു വീഡിയോ എടുപ്പ് അവിടെ നടന്നിട്ടുണ്ട്. ചിൽഡ്രൻസിനെ നോക്കുന്ന ആ ഒരു സെക്ഷൻ്റെ വാർഡനായിട്ട് വന്ന ആള് ഓൾഡ് ഏജ് ഹോമിൻ്റെ അവിടെ പോയി അവിടുത്തെ അമ്മയുടെ വീഡിയോ എടുത്തു. ഓക്കെ, ആ ഒരു സാധനം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നേരെ തിരിച്ച് ഈ ഓണർ പറയുന്ന നമുക്ക് ഒന്നുകൂടെ കേൾക്കാം, കുറച്ച് കാര്യങ്ങളോട് കേൾക്കാം. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ടൊരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം
ന്യായമായ ചോദ്യം. അതായത് ഒരു ദിവസമോ 10 ദിവസമോ ഒരു സ്ഥാപനത്തിൽ ഒരാൾ ജോലിക്ക് വരുന്നു, ജോലിക്ക് വന്നിട്ട് ആ സ്ഥാപനത്തിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരായാലും ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. ശരി, അപ്പൊ എൻ്റെ ഒരു സംശയമാണ്, ഇവരിങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചു. ആരാ? ഈ വന്ന സന്ധ്യ പല്ലവി അവരൊരു വീഡിയോ ചിത്രീകരിച്ചു. ആ സ്ഥാപനത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് റൺ ആവുന്നത്. സ്റ്റാഫ് എല്ലാം ഹാപ്പിയാണ്, അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഹാപ്പിയാണ്, അവിടുത്തെ അന്തേവാസികളെല്ലാം ഹാപ്പിയാണ്. എത്ര ഇന്ന് ഞാൻ ഒരു സ്ഥാപനം ഭയങ്കര ഹാപ്പിലി സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുക. ഞാൻ ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ഇരുന്നു. ഇന്ന് ഞാൻ ചെന്നു, നാളെ ഞാൻ ചെന്നിട്ട് ഇവരോട് മോശമായിട്ട് 2 വാക്ക് സ്ഥാപനത്തെക്കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ഉള്ള സ്റ്റാഫുകൾ അത് പറയുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ സംതൃപ്തിയാണ്. അവരെന്തിനാ നെഗറ്റീവ് പറഞ്ഞു? എത്ര നിർബന്ധിച്ചാലും എന്ത് ചെയ്താലും അവരുടെ നിലനിൽപ്പിനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമോ? എനിക്കറിയില്ല. ഇനി ഇവർ പറയുന്നത് അവര് വന്നിങ്ങനെ നിർബന്ധിച്ച് പറയിച്ചാണ് ഇവർ പറയുന്നത്. അത് നിർബന്ധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളും ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് അഴിമതികൾ ചാരിറ്റിയുടെ മറവിൽ നടക്കുന്നുണ്ട്. ആളുകളുടെ നിന്ന് പണം മേടിക്കാനുള്ള, ലക്ഷപ്രഭുവാകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. അതിവിടെ എല്ലാം നടക്കുന്നുണ്ട്. പേഴ്സണലി എനിക്കൊരു സ്ഥാപനം അറിയാം, കൊല്ലം ജില്ലയിലുള്ള ഒരു സ്ഥാപനം എനിക്കറിയാം. നല്ല അടിപൊളി തട്ടിപ്പ് നടക്കുന്ന ഒരു സ്ഥാപനം എനിക്കറിയാം. തട്ടിപ്പല്ല, 10 രൂപ മേടിക്കും, 5 രൂപ ഇടും, 5 രൂപ കൊണ്ട് ചിലവാക്കും. അങ്ങനെ സ്ഥാപനം, അതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട സംഭവം. നമുക്ക് ബാക്കിയും കൂടെ കേട്ടിട്ട് വരാം. ഇതാണ് ആ പുള്ളിക്കാരി. ഈ പുള്ളിക്കാരിയാണ് കംപ്ലൈൻ്റ് ഒക്കെ റേസ് ചെയ്ത് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. പുള്ളിക്കാരി അവിടെ തന്നെ നടക്കുന്ന മറ്റു കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ ഒരു വയ്യാത്ത സ്റ്റാഫിനെ കുറിച്ച് ജോലി ചെയ്യിക്കുന്നു, അവിടുത്തെ അന്തേവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് ഇവർ പറയുന്നു. ഒന്ന് കേട്ട് നോക്കാം. വലിയ അലൂമിനിയത്തിൻ്റെ ചരുവത്തിനകത്ത് 3 ചരുവത്തിലെ ചോറുണ്ടായിരുന്നു. പിന്നെ സദ്യയായിട്ടാണ്, പരിപ്പും പപ്പടവും പായസവും എല്ലാം ആയിട്ടുള്ള സദ്യയായിരുന്നു. ഈ ചോറ് വേസ്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മൾ വേസ്റ്റൊക്കെ കളയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമല്ലോ, കമ്പോസ്റ്റ് കുഴിയിലൊക്കെ കൊണ്ടിടും, അങ്ങനെ ആയിരിക്കുന്നില്ല. പിറ്റേന്ന് അത് നമുക്ക് തിളപ്പിച്ച് കഞ്ഞിയും ചോറുമായിട്ട് രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് തന്നു. ഇനി ഇതല്ല പ്രശ്നം. ഇന്ന് രാവിലെ അവർ അത് വീണ്ടും തിളപ്പിച്ച് കഞ്ഞിയാക്കിക്കൊണ്ട് തന്നിരിക്കുന്നു. അത് പുളിച്ചു രാവിലെ. അതുകൊണ്ട് നമുക്കും അത് തന്നെ കഴിക്കേണ്ടി വരുന്നത്, നമ്മൾ കഴിച്ചിട്ടില്ല. ഇതൊന്നും അല്ല പ്രശ്നം. അതല്ല പ്രശ്നം, ഇതല്ല പ്രശ്നം, അതല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? ഇതിനകത്ത് ഇവര് പറയുന്നതും തൊണ്ട തുടങ്ങാത്ത വിഴുങ്ങാൻ പറ്റത്തില്ല, അവര് പറയുന്നതും പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സ്ഥാപനത്തിന്റെ ഉടമ ഈ ഉദയഗിരിജ അവരുടെ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് തെറ്റിദ്ധരിപ്പിച്ചു, അപ്പൊ നിങ്ങൾക്ക് നേരെ ഇവിടെ വന്ന് സമീപിച്ചു കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ കാണാമെന്ന്. ഈ സാത്താൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, നടന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശ്രമം നടത്തി, ഇതുവരെ നടന്നിട്ടില്ല. നടക്കുകയാണെങ്കിൽ അവരുടെ സൈഡിലുള്ള കാര്യങ്ങളോട് നമുക്ക് ചാനലിലേക്ക് കൊണ്ടുവരാം. കാരണം അവരുടെ സൈഡാണ് ന്യായമെങ്കിൽ അതാണല്ലോ ജയിക്കുന്നത്. ഇവരുടെ സൈഡിലുള്ള ന്യായമാണ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലല്ലോ, നമ്മളൊക്കെ ചോറ് തിന്നുന്നുള്ള പിള്ളേ. ഈ അമ്മമാരെ കുളിക്കാൻ സോപ്പ് കൊടുക്കില്ല, എണ്ണ കൊടുക്കത്തില്ല, പിന്നെ അവരെ നല്ല വസ്ത്രം ധരിപ്പിക്കില്ല, അവരുടെ ഒരു കാര്യങ്ങളും നോക്കില്ല. കൂടാതെ ഈ പിന്നെ അമ്പിളി എന്ന് പറയുന്ന പെൺകുട്ടിയെ, അത് നോർമൽ അല്ല, അതിന് ഡിപ്രഷൻ വന്ന് 2 കുട്ടികളുണ്ട്. ആ അമ്പിളിയെ കൊണ്ട് അവിടുത്തെ സകല പണികളും ചെയ്യിക്കുന്നു. അതായത് ഈ ഓൾഡ് ഏജ് ഹോമിൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ അബൗണ്ടൻ്റ് ആയിട്ടുള്ള ആരും വേണ്ട എന്ന് പറഞ്ഞ് തള്ളുന്ന ആളുകളാണ് കൂടുതലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്നത്. അവരെ കൊണ്ട് അവരെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളത് കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവരെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇനി ഇതിന് നമ്മുടെ ഓണർ പറയുന്ന വീണ്ടും നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആള് വന്നു. ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ്? ഈ മറ്റേ കംപ്ലൈന്റ് റേസ് ചെയ്ത പുള്ളിക്കാരി ഒരുപാട് സ്ഥാപനങ്ങളിൽ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് ഒക്കെ നമ്മൾ ആദ്യം കാണിച്ച സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രിക്കും ആ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിനും എല്ലാം ഈ സ്ഥാപനത്തിനെതിരെയുള്ള കംപ്ലൈന്റുകൾ നൽകി. അവരെല്ലാം ഈ ജീവമാത കാരുണ്യ ഭവനിൽ സന്ദർശിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർ പോയി പരിശോധിച്ചു. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? ഇതാ കേട്ടോ അവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവരതിന്റെ, നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്, അതിനകത്ത് വീഡിയോയിലുള്ള അമ്മയോട് കുഞ്ഞുങ്ങളോട്. അപ്പോൾ വീഡിയോ അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പായേ. വിവി ഹിയറിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഈ വീഡിയോ വിവി കണ്ടെന്നും പറയുന്നുണ്ട്. സോ അവിടുത്തെ ഏതോ അന്തേവാസികൾ സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നെങ്കിൽ എല്ലാവരും അല്ല, അല്ലെങ്കിൽ ചിലരല്ല.
അവരത് പുറം ലോകത്തെ അറിയിക്കാൻ ധൈര്യം കാണിച്ചു. ആ സ്ഥാപനത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ആ ഒരു അവിടെ താമസിക്കുന്ന ആളുകൾ 100% തൃപ്തരാണെങ്കിൽ അവരങ്ങനെ ഒരു നെഗറ്റീവ് എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും പറയുമോ? അതും ഇന്നലെ കണ്ട ഒരാളോട്, ഇന്നലെ അങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്ത ഒരാളോട്. ഈ വന്ന ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആള് മറ്റേ ഈ സംഘടന തകർക്കാനോ ഈ സ്ഥാപനത്തെ തകർക്കാനോ എന്ത് ലക്ഷ്യത്തോടെ വന്നോട്ടെ, അവരുടെ ഇന്റൻഷൻ എന്തും ആയിക്കോട്ടെ, പക്ഷേ ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ കണ്ട ഒരാളോട് അവിടുത്തെ ആളുകൾ അതങ്ങനെ തുറന്ന് പറയും. ഇതെനിക്ക് തോന്നിയ വലിയൊരു സംശയമാണ്. അത് ഇനി ഒരു പ്രൂവ് ചെയ്യട്ടെ. ഇത് ഈ സ്ഥാപനത്തിൽ അന്വേഷണത്തിന് വന്ന് നിന്നിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ഇവര് കൊടുത്ത അപേക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഞാൻ വരാൻ തയ്യാറാണ്, തീർച്ചയായിട്ടും ഞാൻ വരാൻ തയ്യാറാണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് കണ്ട് എൻ്റെ ഓഡിയൻസിനെ ഇത് അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിനകത്ത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വന്ന് ഇത് ഇങ്ങനൊന്നുമല്ല, ഇവിടെ പക്കാണ് ജെന്യുവിനാണെന്ന് എഴുതി സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിലൊരു പ്രൂഫിൻ്റെ ആവശ്യമേ ഇല്ല. ഇതൊരു കോൺട്രവേഴ്സി നടക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടാവും, അവിടേക്ക് സംഭാവനകൾ തരുന്ന സാധാരണ ജനങ്ങളുണ്ടാവും, അവിടത്തേക്ക് അരിയും സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ടാവും, ഡ്രസ്സ് സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത്തരം അലിഗേഷൻ വരുമ്പോഴത്തേനും ജെന്യുവിനായിട്ടാണ് നടക്കുന്നതെങ്കിൽ പോലും ആളുകൾക്ക് ഒരു സംശയം വരും, ഇതിലേക്ക് കൊടുക്കാതെയാവും. അത് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ആട്ടുമറ വീഴ്ത്താനുള്ളൊരു സാധ്യതയുണ്ട്. ബാക്കി ആൾക്കാർക്ക് കൊടുത്ത പരാതി അവര് നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവര് തിരിച്ചുപോയത്. അല്ലെങ്കിൽ ഓക്കെ, അവിടെ തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ടിട്ട് തിരിച്ചുപോയി. അപ്പോൾ ഈ ഗവൺമെന്റ് റൂൾസ് പ്രകാരം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം കൃത്യമായിട്ടാണ് ഇവർ നടക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അല്ല, അവിടുത്തെ ആളുകൾക്ക് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ലഭിക്കുന്നത്, മോശമായിട്ടുള്ള ഒരു പരിഗണനയാണ് ലഭിക്കുന്നത്. ആരുമില്ലാത്ത വയ്യാത്ത കിടപ്പ് രോഗികളെ കൊണ്ട് വരെ മൃഗീയമായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് മറ്റവർ സംസാരിക്കുന്നത്. ആഹാരം പോലും പഴകിയ ഫുഡൊക്കെ കൊടുക്കുന്നു എന്നുള്ള അലിഗേഷൻസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരു വലിയ കുഴിയോ പൈപ്പോ ഏതാണ്ടുണ്ട്, ആരെങ്കിലും വരുമ്പോഴത്തേന് ഈ പഴയ ഡ്രസ്സല്ല അതിലിട്ടിട്ട് പുതിയതിട്ട് സ്പോൺസേഴ്സിനെ, അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട്. ഏതായാലും ഇത്രയും പെട്ടെന്ന് സത്യം മറനീക്കി പുറത്തു വരട്ടെ. നമുക്ക് പറ്റുമെങ്കിൽ ഇവരുടെ സൈഡിൽ ഈ ഒരു സ്ഥാപനത്തെ പോയി കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നമുക്ക് ഇവരെ ആരെയും പേഴ്സണലി അറിയില്ല, ഈ സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരു പിടിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തി മറ്റൊരു ബൈ.